ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഈ കാണുന്ന പ്ലാന്റ് കണ്ടോ, ഇത് പേൾ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ ഒരു തണ്ട് എനിക്ക് ചെറുത് കിട്ടി. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് ഈ പോട്ടിൽ നട്ടിട്ടുണ്ട്. ഇതിലിപ്പോൾ 2-3 പ്ലാന്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ എന്താനയുടെ യെല്ലോ കളർ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എനിക്കിനി വേറെ പോട്ടിലേക്ക് മാറ്റണം. ഇപ്പോൾ നമുക്ക് ഈ പേൾ പ്ലാന്റ് മാറ്റാം കേട്ടോ. ഇത് പേർപ്പിൾ ഷെയ്ഡ് വരുന്നൊരു പേൾ പ്ലാന്റ് ആണ്. അതിൻ്റെ വൈറ്റ് ഷെയ്ഡ് വരുന്നതാണിത്. ഇതിൻ്റെ ഞാനൊരു ചെറിയൊരു തണ്ട് കൊണ്ടുവന്ന് ഈ പോട്ടിൽ കുത്തിയതാട്ടോ. ഇപ്പം നല്ലതുപോലെ ഫ്ലവേഴ്സൊക്കെ എന്നും ഉണ്ടാവുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ചെറിയ ചെറിയ പേള് പോലത്തെ ഒരു ഫ്രൂട്ട് ഇതിലുണ്ടാകും. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് മരമായിട്ട് വളർത്താം കേട്ടോ. താഴെയൊക്കെ കുത്തിക്കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ പോട്ടിലാണ് വെച്ചേക്കണത്. ഇതിപ്പോൾ കൽപ്പൊടിയും ചാണാപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്തെടുത്തേക്കണതാണ്. നമുക്ക് ഇതിലേക്ക് ഈ പ്ലാന്റിനെ മാറ്റി നടാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊക്കി എടുക്കുമ്പോഴേക്കും വേര് കട്ടാവാണ്ട് നോക്കണം. കാരണം നമുക്ക് ഇതിൻ്റെ ഒരു തണ്ടാണ് ഞാൻ കുത്തി വെച്ചത്. ചെറുതായിട്ട് വേര് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊരു കത്രികയൊക്കെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്ത് കണ്ട് വേരുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ നട്ടതാണ് ആ വൈറ്റും. അപ്പോൾ അത് നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേര് നമുക്ക് ഇതിലോട്ട് നടുമ്പോഴേക്കും ഡാമേജ് ആവാതെ നോക്കണേ. അപ്പോൾ ചെറുതായിട്ടൊരു കുഴിയെടുക്കണം. കുഴിയെടുത്തതിന് ശേഷം നമുക്കത് പതുക്കെ ഇറക്കി വെക്കണം. വേരൊന്നും പൊട്ടിപ്പോരുത്. കാരണം ഇത് മാറ്റി നടുമ്പോഴേക്കും ചെറുതായിട്ടൊരു വാടൽ വരും ഇതിന്. വേരിനൊക്കെ ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ പിടിച്ച് കിട്ടാൻ കുറച്ച് പണിയാണ്. ഇനി നമുക്കിത് അധികം വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെക്കണം കേട്ടോ. ലൈക്കും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ.